ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 100നും 400നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങളായ എത്ര പൂർണ്ണസംഖ്യകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100നും 400നും ഇടയിൽ കുറേ നമ്പേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ 7ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന എത്ര പൂർണ്ണസംഖ്യകളുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ, ആദ്യ സംഖ്യ ഏതാണോ തന്നിരിക്കുന്നത് അത് അതുപോലെ തന്നെ എടുക്കുക. അവസാന സംഖ്യയിൽ നിന്ന് 1 എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, ആദ്യ സംഖ്യ ഏതാണോ അത് അതുപോലെ തന്നെ എടുക്കുക, അവസാന സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുക. എന്നിട്ട് ഈ രണ്ട് സംഖ്യകളെ ഏത് സംഖ്യയുടെ ഗുണിതമാണോ, ഇവിടെ ഏത് സംഖ്യയുടെ ഗുണിതമാണ് നോക്കേണ്ടേ, 7ന്റെ ഗുണിതമല്ലേ. അപ്പോൾ 7 കൊണ്ട് എന്ത് ചെയ്യുക, ഈ കിട്ടിയ രണ്ട് സംഖ്യകളെ എന്ത് ചെയ്യുക, ഹരിക്കുക. ഹരിക്കുമ്പോൾ നമുക്ക് ഹരണഫലം കിട്ടൂലേ. ആ ഹരണഫലങ്ങളുടെ വ്യത്യാസം കാണുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ. അപ്പോൾ ആദ്യ സംഖ്യ ഏതാണ് അത് അതുപോലെ എടുക്കുക, അവസാന സംഖ്യയിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് ആയില്ലേ. ആ 2 നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, 7 കൊണ്ട് ഓരോന്നിനെയും ഹരിക്കണം. ഹരിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന ഹരണഫലത്തിൻ്റെ വ്യത്യാസമായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 100 ആദ്യ സംഖ്യ അല്ലേ. അവസാന സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്, 400. അപ്പം 100 അതുപോലെ തന്നെ എടുത്തു. 400ൽ നിന്ന് 1 മൈനസ് ചെയ്യണം അല്ലേ. അപ്പം 400ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 399 എന്ന് വരും. ഇനി ഈ 100നെയും 399നെയും ഏതുകൊണ്ട് ഹരിക്കണം, 7 കൊണ്ട് ഹരിക്കണം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണോ ഹരണഫലം വരണേന്ന് നോക്കുക. ഓക്കെ അല്ലേ. അപ്പം 100നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ടൈംസാ, 1 ടൈംസ് 7 വരും. ബാലൻസ് എത്ര വരും, 3 വരും. പിന്നെ എന്താ 0, 30 വരും. 4 ടൈംസ് 28 വരും. ബാലൻസ് എത്ര കിട്ടും, 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 100 കൊണ്ട് 7നെ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹരണഫലം എന്ന് പറഞ്ഞാൽ 14 അല്ലേ. ഇനി അടുത്തത് 399നെ ഇതേപോലെ തന്നെ 7 കൊണ്ട് എന്ത് ചെയ്യുക, ഹരിച്ചു നോക്കുക. അപ്പം 39 എടുക്കുക. 7ന്റെ ടേബിൾസിൽ 5 ടൈംസ് ആണ് അല്ലേ, 35. ബാലൻസ് എത്ര വരും, 4 അല്ലേ. ഇനി 9 താഴോട്ട് കൊണ്ടുവരിക, 49 ആവും. 7 ടൈംസ് 49 വരുന്നുണ്ട് അല്ലേ. സോ ആൻസർ എന്ത് കിട്ടും, 57 എന്ന് കിട്ടും. ഈ കിട്ടിയ ഹരണഫലം 57 399നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഹരണഫലം. പിന്നെ 100നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ഹരണഫലം എന്ന് പറഞ്ഞാൽ 14. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എത്ര കിട്ടുന്നു അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പം 57ന് 14 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 43 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.